ഹായ് നമസ്കാരം, എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചീമച്ചേമ്പ് മെഴുക്ക് പുരട്ടിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാൻ ആവശ്യമായിട്ടുള്ള ചീമച്ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും അളവിൽ ചീമച്ചേമ്പ് എടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി കട്ടിക്കരിയല്ല കേട്ടോ. ഞാൻ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നീളത്തിൽ. ഇതിനകത്തോട്ട് ഒരു അരമുറി സവാളയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളോട് ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി, 1/4 സ്പൂൺ അളവിൽ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കല്ലോ കേട്ടോ. അതിന് പകരം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് ചേമ്പ് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ്. ഇനി ഒരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒന്ന് തിള വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ചേമ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊന്ന് ഒന്നുകൂടെ അടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചേമ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് എത്രമാത്രം ഫ്രൈ ആയിട്ട് വരണോ അത്രയും ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. എന്തായാലും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനൊരു സർവിങ് പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലായ നമ്മുടെ ചേമ്പ് മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്